ഗൈസ് വെൽക്കം ബാക്ക്. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഒന്നും കാണിക്കാനില്ല. അപ്പം ജസ്റ്റ് ചുമ്മാ ഇരിക്കുമായിരുന്നു, ഇന്നെങ്ങും പോയില്ല. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഒന്നും കാണിക്കാനില്ല. അപ്പം ജസ്റ്റ് ചുമ്മാ ഇരിക്കുമായിരുന്നു, ഇന്നെങ്ങും പോയില്ല. ക്ലൈമറ്റ് നല്ല ചൂടാണ് ഇപ്പോൾ. കിടിലൻ ഞാനിപ്പോൾ ഇടി കെട്ടിക്കൊണ്ടിരിക്കുക. കിടിലൻ കാറ്റ്. കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റും മഴയും. മഴ ഓക്കെ സഹിക്കാം, നോർമൽ മഴ. കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അതായത് ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറഞ്ഞോളാം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഇങ്ങനെ കണ്ടാൽ ഒന്നും തോന്നില്ല, നോർമൽ. ഇതേടാ ഇവിടെ നിന്ന് രണ്ടു കുപ്പി വാഷിംഗ് മെഷീൻ എടുത്ത് താഴെ ഇട്ട്, എന്നിട്ട് ഞാൻ കയറും വെച്ച് ചെയറിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കെട്ടി വെച്ചേക്കുക. ഇവിടെ നിന്ന് എല്ലാം പറഞ്ഞു. ഇവിടെ കുറേ മറ്റേ പിന്നുണ്ടായിരുന്നു, നമ്മുടെ തുണിയുടെ ക്ലിപ്പുണ്ടായിരുന്നു, അതെല്ലാം പോയി, പുറത്ത് പോയി. കുറേ രണ്ടു തുണി പോയി, താഴെ കിടക്കുന്നുണ്ട്. കുറേ കവറും അവിടെ എല്ലാം ഫുള്ള് ഓരോ സാധനങ്ങളായി താഴെ. കിഡിലും കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നല്ല തണുപ്പും ചൂടിന് ഇനി കംപ്ലൈൻറ്റ് പറയണ്ട. ഒരു ക്ലൈമറ്റ് ആണ്, വൈബാണ്. അകത്തൊന്ന് തണുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഡോറെല്ലാം തുറന്നിട്ട്, ഡോറും വിൻഡോയും ഒക്കെ തുറന്നിട്ട് അവിടുത്തെ എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിലെ സാധനങ്ങളാണോ എന്തോന്ന് പറഞ്ഞൂടെ, എന്തൊക്കെയോ ചപ്പും ചവറും ഇതിനകത്തുണ്ടായിരുന്നു. സവാളയുടെ തൊലിയൊക്കെ കിടക്കും. ഓ, എന്നിട്ട് ഞാനിപ്പോൾ ഫുള്ള് തൂത്ത് തുടച്ച്. ഫോട്ടോ എടുത്തോ. മയണൈസ് എടുക്കാന്ന് വെച്ചാൽ മയണൈസ് മാറ്റി വെച്ച് അമേരിക്കൻ വൈബുകളൊന്നും കേൾക്കില്ല. പിന്നെ പൈസ കാശല്ലേ തിരിക്കുന്ന നമ്മള് മീൻ കറി ഉണ്ടാക്കി. മീൻ കറി, ഇതാണ് നമ്മുടെ മീൻ കറി. ഇതെന്തോ മീനായിരുന്നു? ആവോലി കറികൾ. പരിപാടി സാലഡ്. ഇവരെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുക. കത്തിൻ്റെ കൈ കൊണ്ട് ഓടാത്ത അച്ഛനൊക്കെ ഇവിടെ വന്നിട്ട് പണിയെടുക്കുക. നെക്സ്റ്റ് സാധനം ഇവിടെ ചോറ്. എന്ത് എന്നാ പത്ത് കഴിഞ്ഞു? ഒരു ബർത്ത്ഡേ ആയിട്ട് പറയത്തില്ല, മോശമല്ലേ? തൊട്ടപ്പുറത്ത് ഞാനവിടെ താമസിച്ചിട്ട് നിങ്ങൾ ഒരു കേക്ക് മുറിക്കായിരുന്നല്ലോ, സർപ്രൈസ്. ടേസ്റ്റ് ചെയ്തത് മീൻ കറി. ഇതെൻ്റെ അല്ലേ? എൻ്റെ അല്ലേ? Let me taste, guys. Cheers, cheers. നമ്മളെ ഓഡിയൻസിനൊക്കെ ലോട്ട് ഓഫ് വ്യൂവേഴ്സ് ഉള്ള ചാനലല്ലേ, ഇതൊക്കെ കാണണ്ടേ? പുളിയാ മാങ്ങയാകുമ്പോ പുളി വേണം. ലൈവാണ്. മാംഗോ പോയി ഈ മാങ്ങ ചെരുപ്പ്
മോർണിംഗ് ഗൈസ്. വെളുപ്പിന് 4:30. ഡെസ്റ്റിനേഷൻ ഗുരുവായൂർ. വീഡിയോ നമുക്ക് പയ്യെ പോവാം ഗൈസ്. മുണ്ടേഷ് നമ്മുടെ സാരി നമുക്കിവിടെ നിന്ന് 2 മണിക്കൂറുണ്ട്. വെളുപ്പിനാണ്ട് 2 മണിക്കൂറിൽ എത്തുമായിരിക്കും. ഗൈസ് നമ്മുടെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വന്നത് എത്ര മണിക്കാ? 7 മണിക്കല്ലേ? പെട്ടെന്ന് കഴിഞ്ഞു. കാരണം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വരത്തില്ല. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ്. ഒരെണ്ണം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് തൊഴാൻ പറ്റും. ഇന്ന് നമ്മൾ എവിടാ പോകുന്നത്? തൃശ്ശൂർ പൂരം ഇന്നലെ ആയിരുന്നു. അപ്പം അവിടെ ഇന്നെന്തോ നാട്ടുപൂരം ഉണ്ട്. കാണാനൊന്നും പറ്റത്തില്ല, പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കാണത്തില്ല. എന്നാലും ഒന്ന് നോക്കാം. നമ്മളിപ്പോ തൃശ്ശൂരാണ്. തൃശ്ശൂർ തേക്കിക്കാട്ട് മൈതാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ വന്നപ്പോ പകുതി എത്തി. തൃശ്ശൂരിന്റെ റൗണ്ടിലേക്ക് എത്താൻ പോയപ്പോ അമ്മയ്ക്ക് വയ്യാതെ വന്നു. ഞങ്ങൾ ഓട്ടോയ്ക്ക് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. ഇനി ബാക്ക് ടു ഫ്ലാറ്റാണ്, വേറെ വഴിയില്ല. നമുക്ക് പൂരം കാണാൻ ഭാഗ്യമില്ല. സെറ്റായിട്ട് വന്നത് എല്ലാം നടന്ന് ഞങ്ങൾ പോയി പകുതി വഴി എത്തി. പകുതിയല്ല, അതിന്റെ ഫ്രണ്ട് വരെ എത്തി. എന്നിട്ട് ആളെ കണ്ടപ്പോൾ അമ്മ മേടിച്ചു. ആളുകളെ കണ്ട് വയ്യാതെ ഇല്ല അമ്മ വ്ളോഗിൽ അമ്മയെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, നമ്മ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സൈനിങ് ഓഫ് ഗൈസ്. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം, ഇന്നൊരു റിസപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ മറ്റേ പോക്കി സ്റ്റൈൽ പിടിക്കുമല്ലോ. ആൻഡ് ആൾക്കാർ വരുന്നു. നമുക്ക് വീഡിയോ എടുക്കാനൊരു ചമ്മൽ. ഗൈസ്, ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഇനി അടുത്ത പോകാൻ പോകുന്ന പറവൂർ ഒരു റിസപ്ഷൻ. അപ്പോൾ അതിൻ്റെ ക്ലിപ്സുകൾ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. പൊതുവെ നമ്മൾ ഈ ആളുകൾ വരുമ്പോൾ ശരിയാവുന്നുണ്ട്. അതാണ് ഈ പ്രശ്നം. ഗുരുവായൂരിലെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ആളുകൾ വന്നാൽ ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല. വൈ ദാറ്റ് ഹാപ്പൻസ്? നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇനി മാമൻ ടീംസ് റെഡിയാവും. അപ്പം റെഡിയായിട്ട് ഇറങ്ങട്ടെ. ഇത് ഞാൻ കാണിച്ചു തരാം. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ്. പരിപാടി കഴിഞ്ഞു. കൊള്ളാന്നില്ലേ? നല്ല പരിപാടിയായിരുന്നു. കരയുന്നു. ബൈ.